തുടക്കമൊന്നും നിലയ്ക്കാതെ അണപൊട്ടിയ അഹമ്മദാബാദിലെ ആകാശ കാഴ്ചകളാണിത്. തുടക്കം ത്രസിപ്പിച്ചാൽ പിന്നെയെല്ലാം അതിനാവർത്തനം എന്നതാണ് അഹമ്മദാബാദിലെ പാഠവും. അന്നൊരു ടെസ്റ്റ് തോൽവിയിൽ കുറിച്ചിട്ടതാണ്. അതിനാൽ ഇവിടെ ആഫ്രിക്ക വിറയ്ക്കുന്നൊരു വിശ്വവിഖ്യാത തിരക്കഥ വേണമായിരുന്നു. കണ്ടു തീർത്തതത്രയും അത് അന്വർത്ഥമാക്കിയ കുട്ടി ക്രിക്കറ്റിന്റെ യുവരാജാക്കന്മാരെയാണ്. തിങ്ങി നിറഞ്ഞ ഗ്യാലറിക്ക് വിശ്രമം അനുവദനീയമല്ലിത്. നീലപ്പടയുടെ സർവം സംഹാരം അസുലഭ നിമിഷം. ഹാർദിക്, നിങ്ങളുടെ ആ അതിർത്തിയെ കടത്തിയുള്ള ആറ്റിറ്റ്യൂഡിനാകട്ടെ ഇന്നത്തെ കയ്യടികളത്രയും. യുദ്ധമെന്ന പോൽ എതിരാളിക്കുമേലൊരു യോദ്ധാവിന്റെ കർമ്മവീര്യം. ഏത് സാഹചര്യവും അത്രമേൽ പോരാട്ടവീര്യം ജനിപ്പിച്ച മനുഷ്യൻ. അഹമ്മദാബാദിൽ പാറിപ്പറന്ന ഇന്ത്യൻ പതാകകൾക്ക് മേലൊരു അഭിമാനത്തിന്റെ പൊൻതിളക്കം. രാജകുമാരന് വിരിച്ച പരവതാനിയിൽ നടന്നു കയറി സഞ്ജുവിന്റെ തുടക്കം വിമർശകരൊന്ന് കണ്ടു തീർക്കുക. അന്താരാഷ്ട്ര T20യിൽ 1000 റൺസുകൾ എന്ന നേട്ടത്തിന് മധുരമേറും. അഭിഷേക് സഞ്ജു കോംബോയിൽ ക്രിക്കറ്റ് പ്രേമികളുടെ ഉള്ളു നിറച്ചൊരു തുടക്കം. ആ സിക്സറുകളുടെ മനോഹാരിതയും മറവിയിലേക്കാകില്ല. 37മായി സഞ്ജുവും 34മായി അഭിഷേകും. നായകന് പതിവ് പല്ലവിയെങ്കിൽ തിലകിന്റെ തിരക്കഥ മറ്റൊന്നായിരുന്നു. ബാറ്റെടുത്തതും ആഫ്രിക്കയ്ക്ക് മേലെ അയാളുടെ ഒരു നിറഞ്ഞാട്ടം. ഇവിടെ ഞങ്ങൾ വിജയമല്ലാതെന്ത് സ്വപ്നങ്ങളിൽ എന്നയാൾ ബാറ്റുകൊണ്ടൊരു ഓർമ്മപ്പെടുത്തൽ. ആഫ്രിക്കൻ വജ്രായുധം ജാൻസനെയെല്ലാം ഇത്ര നിഷ്പ്രഭഭാവത്തിൽ നിങ്ങൾ നേരിട്ടതെങ്ങനെയാണ്? 42 പന്തുകളിലെ 73മായി ആ 23കാരന്റെ കരിയറിലെ പൊൻപ്രഭ ചാർത്തിയൊരു ഇന്നിംഗ്സും. കണ്ടതിനു മുകളിൽ ഇനിയാണ് ഇന്ത്യൻ കൈക്കരുത്തിന്റെ വിശ്വരൂപം. ഹാർദിക്കിന്റെ 16 പന്തുകളിലെ ആ അർദ്ധശതകത്തിന് മുന്നിൽ ആഫ്രിക്ക പകച്ചു നിന്നു. 14ാം ഓവറിൽ ജോർജ് ലിൻഡെ ഒരിക്കലും മറക്കാത്തൊരു നിമിഷങ്ങളാണിത്. അഹമ്മദാബാദിൽ ഹാർദിക് വെടിക്കെട്ടിന്റെ ആഘോഷരാവ്. 25 പന്തുകളിലെ 63, 231 കൊണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ തിരിച്ചടിക്കാനാരെന്ന ഇന്ത്യൻ വെല്ലുവിളി. തുടക്കം ഡീകോക്കിലൊന്ന് വിയർത്തതെന്നത് നേരാണ്. ആഫ്രിക്കയ്ക്ക് അനായാസമെന്ന് തോന്നിച്ചതുമാണ്. എന്നാൽ വരുണിലൂടെ പാർട്ട്ണർഷിപ്പ് പൊളിച്ച ഇന്ത്യ തുടങ്ങി. നിങ്ങളുടെ ചിന്തകൾക്ക് മുകളിൽ വരുണിന്റെ സ്പിൻ മാജിക്. കൈവിട്ടു പോകുമെന്ന ചിന്തകൾക്ക് മുകളിൽ ബുംറയും വരുണും ചേർന്ന ബൗളിംഗ് വിസ്ഫോടനം. ആഫ്രിക്കൻ കരുത്തിന്റെ വിക്കറ്റ് നാലുകൾ വരുണായുധത്തിൽ ഭദ്രമാണ്. ബുംറയുടെ 2 വിക്കറ്റ് നേട്ടം. ബ്രെവിസ് ഒന്ന് പൊരുതിയെങ്കിലും ഇന്ത്യ ഒരുക്കി വെച്ച തന്ത്രങ്ങൾക്ക് മുകളിൽ ലക്ഷ്യം കാണാനായില്ല. 30 റൺസുകൾ അകലെ എതിരാളിക്കൊരു നോവ് നൽകി പരമ്പര തൂക്കി നീലപ്പട. ആരും വിറയ്ക്കുന്നൊരു സംഘമായി ഇന്ത്യൻ പടയോട്ടമാണിത്. വരുന്ന പാതയിൽ ഇനി കീവീസ് ആണ്. അത് കടന്നാൽ ഇനി വിശ്വമാമാങ്കവേദിയിലെ ക്രിക്കറ്റ് പൂരമാണ്. അതിനാൽ ഇനി ഗംഭീര തന്ത്രങ്ങൾക്ക് മുതിരാതെ ഈ സംഘത്തെയും ചേർത്തുവെച്ച് മോഹക്കപ്പും മാറോടടക്കി ഇന്ത്യൻ വിജയബേരിക്കായി ആരാധകരും കാത്തിരിക്കും.